ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു, ലോക ശാക്തിക ചേരികളിൽ ഇന്ത്യ ചൈനയേക്കാൾ 50 വർഷം പിന്നിലാണ്. അമേരിക്കയിൽ ട്രംപിസം വീണ്ടും. ട്രംപിസം കൊണ്ട് ചൈനയെ തോൽപ്പിക്കാൻ അമേരിക്കയ്ക്ക് സാധിക്കത്തില്ല, US സാധിക്കത്തില്ല എന്ന് ഞങ്ങളൊരു വീഡിയോയിൽ പറഞ്ഞു. അപ്പോൾ നമ്മുടെ ചില പ്രേക്ഷകരെങ്കിലും ഈ ലെഫ്റ്റ് റൈറ്റ് വോയിസും ഋഷി കെ മനോജും വന്നിരുന്ന് എന്ത് വിഡ്ഢിത്തരങ്ങളാണ് ഈ എഴുന്നള്ളിക്കുന്നത് എന്ന് തോന്നിക്കാണും നമ്മുടെ ചില പ്രേക്ഷകർക്ക്. പക്ഷെ ഞങ്ങൾ പറയുന്നത് വിഡ്ഢിത്തമല്ല എന്ന് ഇപ്പം ലോകം തെളിയിച്ചിരിക്കുന്നു. ഒറ്റ ദിവസം കൊണ്ട് അമേരിക്കയിലെയും യൂറോപ്പിലെയും ടെക് കമ്പനികളുടെ ഓഹരി മൂല്യം കുത്തനെ ഇടിഞ്ഞു പോയത് എങ്ങനെയാണ്? അത് ചൈന കാരണമാണ്. അതായത് $1 ട്രില്യൺ നഷ്ടമാണ് അമേരിക്കൻ കമ്പനികൾ ഉൾപ്പെടെ ഗൂഗിൾ, ടെസ്ല, ഇലോൺ മസ്കിന്റെ ലോകത്തെ ഏറ്റവും വലിയ ശതകോടീശ്വരനായ ഇലോൺ മസ്കിന്റെ ടെസ്ല, ഗൂഗിള്, മെറ്റ, ഫേസ്ബുക്കിന്റെ മാതൃകമ്പനിയായ മെറ്റ, ഗൂഗിളിന്റെ മാതൃകമ്പനി ആൽഫബറ്റ് ഉൾപ്പെടെ ഉണ്ടായെങ്കിൽ അത് ഓരോ കമ്പനിക്കും ഉണ്ടായ ഭീമമായ നഷ്ടം എന്താണെന്ന് ആലോചിക്കണം. കാരണം എന്താണ്? ചൈനയിലെ ഒരു ഗ്രാമത്തിൽ തുടങ്ങിയ ഒരു സ്റ്റാർട്ടപ്പ്. ആ സ്റ്റാർട്ടപ്പ് 2023 തുടങ്ങി. ഇപ്പൊ 24 കഴിഞ്ഞ് ഇപ്പൊ 25 തുടങ്ങിയിട്ടേ ഉള്ളൂ. ജാനുവരി കഴിയുന്നില്ല. ഒറ്റ വർഷം കൊണ്ട് ചൈനയിലെ ഒരു ഗ്രാമത്തിൽ തുടങ്ങിയ ഒരു സ്റ്റാർട്ടപ്പ് കമ്പനി, ഒരു ടെക് കമ്പനി, ട്രംപിസത്തെയും അമേരിക്കൻ മേധാവിത്വത്തെയും ഒക്കെ തോൽപ്പിച്ചു എന്ന യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത് ചൈനയേക്കാൾ 50 വർഷം പിന്നിലാണ് ഇന്ത്യ. ട്രംപിസം വിജയിക്കത്തില്ല. ചൈന അമേരിക്കയെ മറികടന്ന് ബഹുദൂരം മുന്നിലേക്ക് പോയിരിക്കുന്നു, പിന്നിലല്ല എന്ന യാഥാർത്ഥ്യം. എന്താണ് കാര്യം? ഡീപ് സീക്ക് എന്ന ചൈനീസ് സ്റ്റാർട്ടപ്പ് കമ്പനി ഈ പറയുന്ന ഭീമന്മാരെ, ടെക് ഭീമന്മാരെ മുഴുവൻ, ഗൂഗിൾ ഉൾപ്പെടെ, മെറ്റ ഉൾപ്പെടെ, ഫേസ്ബുക്ക്, എലോൺ മസ്ക്, ട്രംപിന്റെ ഏറ്റവും അടുത്ത അനുയായി, സുഹൃത്ത്, അദ്ദേഹത്തിന് ടെസ്ല ഉൾപ്പെടെ എല്ലാത്തിനെയും തകർത്തടിച്ചു ഒറ്റ ദിവസം കൊണ്ട്. $1 ട്രില്യൺ നഷ്ടം ഈ കമ്പനികൾക്കെല്ലാം കൂടെ ഉണ്ടായി. അപ്പോൾ എന്താണ് കാര്യം? എന്തുകൊണ്ട് ഇന്ത്യ ഇപ്പോഴും ചൈനയുടെ 50 വർഷം പിന്നിലാണ് ചൈനയേക്കാൾ എന്ന് പറയാനുള്ള കാര്യം എന്താണ്? ഞങ്ങൾ മുമ്പൊരു വീഡിയോ ചെയ്തിരുന്നു, കുറെ നാൾ മുമ്പ്. അതായത് ഏറ്റവും കൂടുതൽ കുടിയേറ്റം വിദേശ പഠനത്തിനോ ജോലിക്കോ ഒക്കെ അമേരിക്കയിലേക്ക് നടത്തുന്ന രാജ്യങ്ങളിൽ ഏറ്റവും കൂടുതൽ പേർ പോകുന്നത് ഇന്ത്യ, ചൈന, ഈ 2 രാജ്യങ്ങൾ. ചൈനയിൽ നിന്ന് 100 വിദ്യാർത്ഥികൾ ഉപരിപഠനത്തിന് അമേരിക്കയിൽ പോയാൽ അതിൽ 80 പേരും തിരിച്ചു ചൈനയിലെത്തും. 20 പേർ മാത്രമേ അമേരിക്കയിൽ ഒരു ജോലി തേടി അവിടുത്തെ ഗ്രീൻ കാർഡ് കിട്ടിയിട്ട് അവിടെ വീട് വെച്ച് ഏതെങ്കിലും മാതാമ്മയെ കല്യാണം കഴിച്ച്, അല്ലെങ്കിൽ പിന്നെ സ്ത്രീയാണെങ്കിൽ പുരുഷനെ കല്യാണം കഴിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്നുള്ളൂ. പക്ഷെ ഇന്ത്യയിൽ നിന്ന് പോകുന്നവരിലോ 100-ൽ 20 പേർ മാത്രമേ തിരിച്ചു വരാറുള്ളൂ ഈ രാജ്യത്തേക്ക്. ബാക്കി 80 പേരും അമേരിക്കയിൽ വളരെ സുഖസൗകര്യമായ ജീവിതം കണ്ടെത്തി, ഗ്രീൻ കാർഡും വാങ്ങി, ജോലിയും സ്വീകരിച്ച് IT മേഖല, അല്ലെ അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ വെർഷനാണ് AI, ഇതിലൊക്കെ അവര് അവിടെ കഴിഞ്ഞു കൂടുന്നു. അപ്പൊ എന്താണ് രാജ്യസ്നേഹം? ഇതിനകത്ത് മാനസികവും ഭൗതികവുമായ 2 കാര്യങ്ങളുണ്ട്. ഒന്ന് മൈൻഡ് സെറ്റ്, മാനസികം. ഞാനൊരു ഇന്ത്യക്കാരനാണ്, അല്ലെ ഞാനൊരു മലയാളിയാണ്, ഞാൻ അമേരിക്കയിൽ പോയി പഠിച്ചു, അല്ലെ യൂറോപ്പിൽ പോയി പഠിച്ചു, ഞാൻ തിരിച്ചു വന്ന് എൻ്റെ നാട്ടിൽ 4 പേർക്ക് തൊഴിൽ കൊടുക്കുക, അല്ലെങ്കിൽ നമ്മുടെ നാടിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുക എന്ന ഒരു മാനസികമായ മനസാക്ഷി ഒന്ന്. 2 ഭൗതികം, അതായത് ഫിസിക്കലായിട്ട്, ജിയോഗ്രഫിക്കലായിട്ട് ഒരു രാജ്യത്തെ സ്നേഹിക്കുക. ഇന്ത്യ എന്ന് പറയുന്ന ഈ ഭൂമിയിലെ ഒരു രാജ്യത്തെ സ്നേഹിക്കുക, ചൈന സ്നേഹിക്കുന്നത് പോലെ, ചൈനക്കാരെ സ്നേഹിക്കുന്നത് പോലെ. അപ്പോൾ ഈ പറയുന്ന മാനസികവും ഭൗതികവുമായ 2 കാര്യങ്ങളില്ലാത്തതുണ്ട്. അതുകൊണ്ടാണ്
ചൈനയിൽ നിന്നും വിദേശ പഠനത്തിന് അമേരിക്കയിൽ പോകുന്ന 100-80 പേരും തിരിച്ച് ചൈനയിലെത്തുകയും ഇന്ത്യയിൽ നിന്ന് പോകുന്നതിൽ 20 പേർ മാത്രം വരികയും 80 പേര് പിന്നെ അമേരിക്കയിൽ അഭയം തേടുകയും ചെയ്യുന്നത്. നമ്മൾ അവരെ പറ്റി അഭിമാനം കൊള്ളും. അമേരിക്കൻ IT ഭീമന്മാരുടെ ഒക്കെ തലപ്പത്ത് ഇപ്പൊ ഇന്ത്യക്കാരാണല്ലോ, അല്ലെ മലയാളികളൊക്കെ ഇരിക്കുന്നുണ്ടല്ലോ. ഗൂഗിളിന്റെ ആൽഫബറ്റിന്റെ CEO സുന്ദർ പിച്ചൈ തമിഴനല്ലേ? അതേപോലെ മൈക്രോസോഫ്റ്റിന്റെ തലപ്പത്തിരിക്കുന്നത് ഹൈദരാബാദുകാരനല്ലേ, അല്ലെ ആന്ധ്രാക്കാരനല്ലേ? നമ്മൾ അഭിമാനം കൊള്ളുകയാണ് ഈ ഇന്ത്യയിൽ നിന്ന് പോയി ഇങ്ങനെ വിദേശ പഠനം നടത്തി IT രംഗത്ത് മികവ് തെളിയിച്ച ഈ പറയുന്ന ടെക് കമ്പനികളുടെ തലപ്പത്തിരിക്കുന്നതിനെ പറ്റി നമ്മൾ അഭിമാനം കൊള്ളുന്നു. പക്ഷേ നമ്മൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഞങ്ങൾ തുറന്നു ചോദിക്കുകയാണ് ലെഫ്റ്റ് റൈറ്റ് വ്യൂസ്, എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഏതെങ്കിലും ഒരു ചൈനീസ് പൗരൻ അല്ലെ പൗര ആണോ പെണ്ണോ ആവട്ടെ, ജെൻഡർ ഇക്വാളിറ്റി വെച്ച് പറയുക, ഏതെങ്കിലും വലിയ അമേരിക്കൻ കമ്പനിയുടെ തലപ്പത്തിരിപ്പുണ്ടോ? അവരെല്ലാം നാട്ടിലേക്ക് തിരിച്ചു പോയിട്ട് ആ നാട് വികസിക്കാൻ, ചൈന വികസിക്കാൻ വേണ്ടി കാര്യങ്ങൾ ചെയ്യുന്നതിന്റെ ഏറ്റവും ഒടുവിലത്തെ എക്സാമ്പിളാണ് ഞങ്ങൾ ഈ പറയുന്നത്. ചൈന നമ്മളെക്കാൾ 50 വർഷം മുമ്പിലായി ചൈന ട്രംപിസത്തെയും തോൽപ്പിച്ച് മുന്നിലെത്തി. അമേരിക്കയ്ക്ക് ചൈനയെ വെല്ലുവിളിക്കാൻ സാധിക്കത്തില്ല. അതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ പറയുന്ന ഈ ഡീപ് സീക്ക് കമ്പനി. ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങിയ ഒരു പ്രസ്ഥാനം, 1 കൊല്ലം മാത്രം പഴക്കമുള്ള പ്രസ്ഥാനം, ലോകത്തെ IT ഭീമന്മാരെ മുഴുവൻ മലർത്തി അടിച്ചിരിക്കുന്നു. എന്താണ് ഓപ്പൺ സോഴ്സ് ഡിവൈസ്? ഇപ്പൊ ഈ പറയുന്ന അമേരിക്കൻ കമ്പനികളുടെ കയ്യിലുള്ള ആയുധങ്ങൾ, ടെക് ആയുധങ്ങൾ, IT ആയുധങ്ങൾ, ഇപ്പോ ഈ പറയുന്ന ചാറ്റ് GTP പോലുള്ള സംവിധാനങ്ങൾ, അതുപോലെ AI ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. നാളെ ലോകത്തെ ഭരിക്കുന്നത് AI ആണ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിലാണ്. അവിടെ ചൈന നേടിയ മേധാവിത്വമാണ് US കമ്പനികളെ മുഴുവൻ ഒറ്റ ദിവസം $1 ട്രില്യൺ നഷ്ടത്തിലേക്ക് ഓഹരി വിപണിയിൽ എത്തിച്ചതിന്റെ ഒരു കാരണഭൂതൻ ആരാണെന്ന് ആലോചിക്കണം. ചൈനയിലെ ഒരു ഗ്രാമത്തിൽ തുടങ്ങിയ ഒരു സ്റ്റാർട്ടപ്പ് കമ്പനിയായ ഈ പറയുന്ന ഡീപ് സീക്ക്. അപ്പൊ ഡീപ് സീക്ക് ഓപ്പൺ സോഴ്സില് അവര് ഇതിനെല്ലാം വെല്ലുവിളിച്ചുകൊണ്ട് ഒരു പൈസയും മുടക്കണ്ട. നിങ്ങള് ഇത് ഡൗൺലോഡ് ചെയ്തോളൂ, AI പ്ലാറ്റ്ഫോം ഡീപ് സീക്ക്. നിങ്ങൾക്ക് എന്ത് കാര്യവും അതിൽ നിന്ന് സാധിക്കാൻ പറ്റും. ഇപ്പൊ ചാറ്റ് GTPയെ പറ്റി പറഞ്ഞെന്തായിരുന്നു? പലരും വന്ന് പറയുന്നുണ്ട് ഡോക്ടറെ കാണേണ്ടതില്ല, ഡോക്ടറെ കാണേണ്ട കാര്യമില്ല, നമ്മുടെ മെഡിക്കൽ റിപ്പോർട്ട്, നമ്മൾ ലാബിൽ ടെസ്റ്റ് ചെയ്ത മെഡിക്കൽ റിപ്പോർട്ട് ചാറ്റ് GTPയിൽ ഇട്ട് കഴിഞ്ഞാൽ ബാക്കി ചികിത്സ എന്താ കാര്യം എന്നുള്ള അവരിങ്ങോട്ട് പറഞ്ഞു തരും, ചാറ്റ് GTP പറഞ്ഞു തരും, ഡോക്ടറെ പോലും കാണേണ്ടതില്ല എന്ന് പലരും പറയുന്നത്. അപ്പോൾ AIയുടെ സാധ്യത, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സാധ്യതകൾ അനന്തമാണ്. ആ അനന്ത സാധ്യതകളാണ് നാളെ ലോകത്തെ ഭരിക്കുന്നത്. ആ ഭരിക്കുന്നതിനകത്ത് കുടിയേറിയവരെ തിരിച്ച് അയക്കുന്ന ട്രംപിസം ഒന്നും വിജയിക്കാൻ പോകുന്നില്ല. അമേരിക്കയെ ചൈന പിന്തള്ളിക്കഴിഞ്ഞു ടെക്നോളജിയിൽ എന്ന് നമ്മൾ തിരിച്ചറിയുക. ഇന്ത്യ ഇപ്പോഴും എന്താണ്? നമ്മൾ 50 കൊല്ലം പിന്നിലാണ് ചൈനയേക്കാൾ. നമ്മളിപ്പോഴും നമ്മുടെ ഏറ്റവും വലിയ കണ്ടെത്തലുകൾ നടത്തിയിട്ടുള്ള നമ്മുടെ IITകൾ, ഗവേഷണം, മറ്റ് നിരീക്ഷണങ്ങൾ, പരീക്ഷണങ്ങൾ, നമ്മുടെ IITയുടെ തലപ്പത്തിരിക്കുന്നവരുടെ പ്രധാന ജോലി ഇപ്പൊ എന്താണ്? ഒരു വിദ്വാൻ കഴിഞ്ഞ ദിവസം ഒന്ന് പറഞ്ഞല്ലോ, ഗോമൂത്രം കുടിച്ചാൽ എല്ലാം മാറും, അസുഖമെല്ലാം മാറും. ഗോമൂത്രത്തിൽ യുറേനിയം ഉണ്ടോ എന്ന് ഗവേഷണം നടത്തുകയാണ് നമ്മുടെ IITകൾ. ഗോമൂത്രത്തിൽ യുറേനിയം കണ്ടെത്താൻ ശ്രമിക്കുകയാണ്, അല്ലെ സ്വർണം കണ്ടെത്താൻ ശ്രമിക്കുകയാണ്. ഇപ്പൊ ട്രംപിനെ അനുകൂലിക്കുന്ന ഒരു കേന്ദ്ര സർക്കാരാണല്ലോ നമുക്കുള്ളത്, നരേന്ദ്രമോദി സർക്കാർ. ട്രംപിനെ വലിയ ഹീറോ ആയിട്ട് കാണുന്ന സർക്കാർ. ഇത് ചൈന പ്രേമം കൊണ്ട് പറയുന്നതല്ല, ഇതൊക്കെ പറയുന്നത് നമ്മൾ ഉണർന്ന് പ്രവർത്തിക്കണം. ഇന്ത്യ, ഈ രാജ്യം നമ്മൾ എവിടെയാണ് നമ്മൾ ചിന്തിക്കണം. അവിടെ ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് ഈ വീഡിയോ അവസാനിപ്പിക്കാം. അതായത് കേരളം ഇന്ത്യയിലെ സ്റ്റാർട്ടപ്പുകൾ തുടങ്ങി ഏറ്റവും വലിയ വിജയം കൈവരിച്ച സംസ്ഥാനമാണ് കേരളം. ഈ ചൈനയിൽ ഒരു ഗ്രാമത്തിൽ തുടങ്ങിയ ഡീപ് സീക്കിന് ലോക വമ്പന്മാരെ, ടെക് കമ്പനികളെ വെല്ലുവിളിക്കാനാകുമെങ്കിൽ കേരളത്തിൽ പിണറായി വിജയൻ സർക്കാരിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു സ്റ്റാർട്ടപ്പിന്, ഒന്നിലധികം സ്റ്റാർട്ടപ്പിന് ഇത് സാധിക്കും. വളരെ ഇന്നവേറ്റീവായിട്ടുള്ള AI റവല്യൂഷൻ, AI വിപ്ലവം, നിർമ്മിത ബുദ്ധിയുടെ വിപ്ലവം ഇവിടെ സൃഷ്ടിക്കാൻ പറ്റും.
നൂലാമാല വരും. വിഴിഞ്ഞം പോലെ കേന്ദ്ര അനുമതി പേറ്റന്റ് തരത്തില്ല. ആരെ? നരേന്ദ്രമോദി സർക്കാർ. കേരളത്തിൽ ഇപ്പൊ അങ്ങനെ വലിയ സ്റ്റാർട്ടപ്പ് ഒന്നും ഉണ്ടാക്കണ്ട, നിങ്ങൾ അങ്ങനെ വലിയ മേൽമറിക്കണ്ട എന്ന നിലപാടിലേക്ക് പോകും. അപ്പൊ നമ്മുടെ വൈഭവത്തെ, നമ്മുടെ ബുദ്ധിയെ, നമ്മുടെ നൈപുണ്യത്തെ ഒക്കെ ശ്വാസം മുട്ടിക്കുന്ന ഒരു കേന്ദ്ര ഭരണകൂടം. അതിന്റെ ഏറ്റവും കൂടുതലത്തെ എക്സാമ്പിളാണ് വിഴിഞ്ഞം. ഇപ്പൊ വിഴിഞ്ഞത്ത് 2 ദിവസമായിട്ട് വിഴിഞ്ഞം കോൺക്ലേവ് ഇന്ന് സമാപിക്കുന്നു നടക്കുന്നു. ഈ വിഴിഞ്ഞം കോൺക്ലേവിൽ പങ്കെടുക്കുന്നവരാരൊക്കെയാണ്? ലോകത്തെ വിഴിഞ്ഞം കോൺക്ലേവാണ് ലോകത്തെ ഏറ്റവും വലിയ 1, 2, 3, 4 കപ്പൽ കമ്പനികളുടെ പ്രതിനിധികളായ യോഗത്തിലുണ്ട്. MSC, വിഴിഞ്ഞത്തെ ഏറ്റവും കൂടുതൽ കപ്പലുകൾ വന്നു പോകുന്ന, കണ്ടെയ്നർ ഷിപ്പുകൾ കൊണ്ടുപോകുന്ന MSC കമ്പനി, രണ്ടാമത്തെ വലിയ കമ്പനിയായ മെസ്ക്, അതിന്റെ പിന്നാലെ മറ്റ് 2 കമ്പനികൾ, പിന്നെ ഷാങ്ഹായ് പോർട്ട്, ഈ പറയുന്ന റോട്ടർഡാം, ഇവരുടെയൊക്കെ ആൾക്കാർ ഇതിൽ വന്ന് പങ്കെടുക്കുന്നുണ്ട്. മനസ്സിലാക്കണം. ലോകത്തെ ഏറ്റവും വലിയ തുറമുഖം ഇപ്പൊ ഷാങ്ഹായ് ആണല്ലോ ചൈനയിലെ, പിന്നെ റോട്ടർഡാം, പിന്നെ സിംഗപ്പൂർ. അപ്പോ വിഴിഞ്ഞത്തെ കേരളത്തിന്റെ എല്ലാം മധ്യേഷ്യയല്ല ദക്ഷിണേഷ്യയുടെ, സൗത്ത് ഇന്ത്യയുടെ ഹബ്ബായിട്ട്, മാരിടൈം ഹബ്ബായിട്ട് മാറും എന്നാണ് അദാനി പോർട്സിന്റെ CEO വിഴിഞ്ഞം കോൺക്ലേവിൽ പ്രസംഗിച്ചത്. അത് ആരൊക്കെ വായിച്ചു? ഞങ്ങൾ ചോദിക്കട്ടെ. മനോരമ കോൺക്ലേവ് മുക്കി. വിഴിഞ്ഞം കോൺക്ലേവിനെ പറ്റി മനോരമ മാധ്യമത്തില്, മലയാള മനോരമയിൽ ഒന്നുമില്ല. മറ്റു മുഖ്യധാര മാധ്യമങ്ങൾ, മാതൃഭൂമി ഉൾപ്പെടെ ഇതൊന്നും കവർ ചെയ്യാൻ താല്പര്യമില്ല. പിണറായി വിജയനെതിരെ, LDF-നെതിരെ വല്ലതും കിട്ടുമെങ്കിൽ, സപ്പോസ് ഈ വിഴിഞ്ഞം കോൺക്ലേവ് നടത്തുന്നത് പിണറായി സർക്കാരില്ല, അല്ലാതെ ഇവിടെ UDF ഭരിക്കുകയാണ്, ഉമ്മൻചാണ്ടി സർക്കാരായിരുന്നെങ്കിൽ മനോരമ പത്രം, മലയാള മനോരമ ഒരു സപ്ലിമെന്റ് തന്നെ ഇറക്കിയത് ഉമ്മൻചാണ്ടിയെ പ്രകീർത്തിച്ചുകൊണ്ട്. സത്യമല്ലേ? ഞങ്ങൾ വെറുതെ പറയുകയാണോ? ഉമ്മൻചാണ്ടിയുടെ പടവും വെച്ചിട്ട് UDF-ന്റെ ലോക വിസ്മയം വിഴിഞ്ഞം കോൺക്ലേവ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സപ്ലിമെന്റ് തന്നെ മലയാള മനോരമ ഇറക്കുമായിരുന്നു, മാതൃഭൂമിയും ചെയ്യുമായിരുന്നു. പക്ഷെ ഇപ്പൊ 2 ദിവസം നടക്കുന്ന വിഴിഞ്ഞം കോൺക്ലേവിൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് 300 പേര് 2 ദിവസങ്ങളിലായിട്ട് വിദഗ്ധർ പങ്കെടുക്കുന്ന ഒരു കോൺക്ലേവ് നടക്കുമ്പോൾ അതിനെപ്പറ്റി ഒരു ചർച്ചയില്ല, ഒരു അന്തിച്ചർച്ചയില്ല, ഒരു വാർത്തയുമില്ല. ഇതാണ് യാഥാർത്ഥ്യം. അപ്പോ അദാനി പോർട്സിന്റെ CEO പ്രണവ് ചൗധരി പറഞ്ഞ വാക്യത്തോടു കൂടി, ആ വാചകത്തോടു കൂടി ഈ വീഡിയോ അവസാനിപ്പിക്കുക. ഇത്തിരി നീണ്ടുപോയി, ഇത്രയും കാര്യങ്ങൾ പറയേണ്ടി വരുന്നത്. തിരക്കേറിയ തുറമുഖമായി വിഴിഞ്ഞം അനുദിനം മാറിക്കൊണ്ടിരിക്കുന്നു. പോർട്ട് ഓഫ് ട്രിവാൻഡ്രം അറ്റ് വിഴിഞ്ഞം പൂർണ്ണതോതിൽ പ്രതിവർഷം 250 കപ്പലുകളെ കൈകാര്യം ചെയ്യാൻ കഴിയും. സൗത്ത് ഏഷ്യയിലെ ആദ്യ സെമി ഓട്ടോമേറ്റഡ് ടെർമിനൽ ആണ് വിഴിഞ്ഞം തുറമുഖം. ഏറ്റവും മികച്ച സാങ്കേതിക വിദ്യ വിഴിഞ്ഞത്ത് ഉണ്ട്. സൗത്ത് ഏഷ്യയിലെ എന്നല്ല, ലോകത്തെ ഏറ്റവും മികച്ച സാങ്കേതിക വിദ്യയാണ് വിഴിഞ്ഞത്തുള്ള ഓട്ടോമേറ്റഡ് പോർട്ട്. ലോസ് ഏഞ്ചൽസ് തുറമുഖത്തെ വെല്ലുന്ന രീതിയിൽ ആണ്. ലോസ് ഏഞ്ചൽസ് തുറമുഖം അമേരിക്കയിലെ ഏറ്റവും വലിയ തുറമുഖമാണ്, ന്യൂയോർക്ക് പോലെ. അത് സെമി ഓട്ടോമേറ്റഡ് ആണ്. അവിടുത്തെ പ്രവർത്തന മികവിനേക്കാൾ മികച്ച പ്രവർത്തനം ഇതിനകം തന്നെ, മാസങ്ങൾക്കുള്ളിൽ തന്നെ വിഴിഞ്ഞം തുറമുഖം കൈവരിച്ചിരിക്കുന്നു. എന്നാൽ അതിനേക്കാൾ മികച്ച രീതിയിൽ തന്നെ ഇനി സൗത്ത് ഏഷ്യയുടെ ഹബ് എന്നല്ല, ലോകത്തെ തന്നെ ഒരു വലിയ തുറമുഖമായിട്ട് വിഴിഞ്ഞം മാറാനുള്ള സാധ്യതകളാണ് തുറന്നു കിടക്കുന്നത്. ആ രീതിയിലാണ് അദാനി പോർട്സും കേരള സർക്കാരും കൂടി ഈ പദ്ധതി പൂർത്തിയാക്കുന്നത് എന്നാണ് 2, 3, 4 ഘട്ടങ്ങൾ കൂടി ഉൾപ്പെടുത്തി അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ് പൂർണ്ണതോതിൽ. അപ്പോ ന്യൂയോർക്ക്, ലോസ് ആഞ്ചൽസ്, അതുപോട്ടെ ഷാങ്ഹായ്, ദുബായ്, സിംഗപ്പൂർ, കൊളംബോ തുടങ്ങിയ തുറമുഖങ്ങളുമായിട്ടെല്ലാം വളരെ അടുത്ത് നിൽക്കാൻ വിഴിഞ്ഞത്തിനുള്ള സാധ്യത അപാരമാണെന്നാണ് അദ്ദേഹം, പ്രണവ് ചൗധരി, തന്റെ പ്രസംഗത്തിൽ പറഞ്ഞത്. ചൗധരി എന്താ പറഞ്ഞത്? ഇത്രയും അനുകൂലമായ ഒരു ഘടകം, അതായത് തുറമുഖത്തുനിന്ന്, വിഴിഞ്ഞത്തുനിന്ന് തൊട്ടടുത്ത് 20 കിലോമീറ്റർ ചുറ്റളവിനകത്ത് എയർപോർട്ട്, അന്താരാഷ്ട്ര വിമാനത്താവളം തിരുവനന്തപുരം, അത് അദാനി ഗ്രൂപ്പ് നടത്തുന്നു. അതേപോലെ ദേശീയപാത, അതുപോലെ റെയിൽവേ, പിന്നെ സീ വാട്ടർ ട്രാൻസ്പോർട്ട്, ഫീഡൽ വെസലുകളിൽ
കൊണ്ടുവരുന്ന ചരക്കുകൾ TU കണ്ടെയ്നറുകൾ കൊണ്ടുപോവുക. അപ്പോൾ 20 കിലോമീറ്റർ ചുറ്റളവിൽ റെയിൽ, റോഡ്, എയർപോർട്ട്, രാജ്യാന്തര എയർപോർട്ട് ഉൾപ്പെടെയുള്ള ഈ ഒരു സൗകര്യം ഈ ലോകത്ത് വിഴിഞ്ഞം അല്ലെ ഏഷ്യയിൽ ഈ വിഴിഞ്ഞത്തിന് മാത്രമേ ഉള്ളൂ എന്നാണ് അദാനി പോർട്സിന്റെ CEO ചൗധരി പറയുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടി വായിക്കുമ്പോഴാണ് ഞങ്ങൾ ആദ്യം പറഞ്ഞ കാര്യത്തിലേക്ക് വരുന്നത്. നമ്മളിപ്പോഴും ചൈനയേക്കാൾ 50 വർഷം പിന്നിലാണ്. നമ്മൾക്കിപ്പോഴും ഗോമൂത്രത്തിൽ യുറേനിയം ഉണ്ടോ, സ്വർണമുണ്ടോ, പശുപാലിൽ ഗവേഷണം നടത്താനുള്ള IIT-കളാണ് ഇപ്പോൾ നമുക്കുള്ളത്. പിന്നെ മഹാകുംഭമേള അവിടെ നടക്കുന്നു. അതൊക്കെ മതപരമായ കാര്യങ്ങൾ നടന്നോട്ടെ. പക്ഷേ ചൈനയോട് മത്സരിക്കാൻ ഇന്ത്യ ഇനിയും കുറേ കാത്തിരിക്കേണ്ടി വരും. ചൈന അമേരിക്കയെ മറികടന്ന് അമേരിക്കയുടെ ട്രംപിസത്തെയും ചൈന തോൽപ്പിച്ചു കഴിഞ്ഞു എന്ന് മാത്രം നമ്മൾ തിരിച്ചറിയും.